പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 100ാം പതിപ്പിൽ കഴിഞ്ഞ ലക്കങ്ങളിൽ പ്രതിപാദിച്ച വിഷയങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. മൻ കി ബാത്തിന്റെ ഈ ചരിത്ര നേട്ടം സാധ്യമാക്കാൻ ഒപ്പം നിന്ന ശ്രോതാക്കളെ അഭിനന്ദിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി 100ാം പതിപ്പ് ആരംഭിച്ചത്. മറ്റുള്ളവരുടെ ഗുണങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള മികച്ച മാധ്യമമായി മൻ കി ബാത്ത് മാറി. ശ്രോതാക്കളുടെ സ്നേഹത്തിന്റെ ഒഴുക്കിൽ താൻ ശരിക്കും വികാരാധീനനാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. मन की बात के 100वें एपिसोड पर बधाई दी है, लेकिन मैं सच्चे दिल से कहता हूं, दरअसल बधाई के पात्र तो आप सभी मन की बात के श्रोता है, हमारे देशवासी हैं। मन की बात कोटि कोटि भारतीयों के मन की बात है, उनकी भावनाओं का प्रकटीकरण है। साथियों, 3 अक्टूबर 2014 विजयादशमी का वो पर्व था और हम सब ने मिलकर विजयादशमी के दिन मन की बात की यात्रा शुरू की थी। विजयादशमी यानी बुराई पर अच्छाई की जीत का पर्व। मन की बात भी देशवासियों की अच्छाइयों का, सकारात्मकता का एक अनोखा पर्व बन गया है. മൻ കി ബാത്തുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയവും ഒരു ബഹുജന പ്രസ്ഥാനമായി മാറിയതിൽ പ്രധാനമന്ത്രി സംതൃപ്തി പ്രകടിപ്പിച്ചു. ബേഠി ബച്ചാവോ ബേഠി പഠാവോ, സ്വച്ഛ് ഭാരത്, ഖാദിയോടുള്ള സ്നേഹം, ആസാദി കാ അമൃത് മഹോത്സവ്, അമൃത് സരോവർ എന്നീ ഉദാഹരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മൻ കി ബാത്ത് തന്നെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു പരിപാടി മാത്രമല്ലെന്നും അത് ഒരു ആരാധന പോലെയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ പരിപാടി ഒരു ആത്മീയ യാത്രയായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. बेटी बचाओ बेटी पढ़ाओ की बात हो, स्वच्छ भारत आंदोलन हो, खादी के प्रति प्रेम हो, या प्रकृति की बात, आजादी का अमृत महोत्सव हो, या फिर अमृत सरोवर की बात, मन की बात जिस विषय से जुड़ा वो जन आंदोलन बन गया और आप लोगों ने बना दिया. जब मैंने तत्कालीन अमेरिकी राष्ट्रपति बराक ओबामा के साथ साझा मन की बात की थी तो इसकी चर्चा पूरे विश्व में हुई थी. साथियों, मन की बात मेरे लिए तो दूसरों के गुणों की पूजा करने की तरह ही रहा है. മൻ കി ബാത്തിൽ പരാമർശിക്കുന്ന എല്ലാ ആളുകളും ഈ പരിപാടിയെ സജീവമാക്കിയവരാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 40 വർഷമായി ആളൊഴിഞ്ഞ കുന്നുകളിലും തരിശു നിലങ്ങളിലും മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും 30 വർഷമായി ജലസംരക്ഷണത്തിനായി കിണറുകളും കുളങ്ങളും കുഴിക്കുകയും ചെയ്യുന്ന ആളുകളെ അദ്ദേഹം അഭിനന്ദിച്ചു. അത്തരത്തിലുള്ള ചിലരുടെ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ച് അറിയാൻ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അവരുമായി സംവദിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആഗോള പ്രചാരണമായി മാറിയ സെൽഫി വിത്ത് ഡോട്ടർ പോലുള്ള സംരംഭങ്ങൾ ഓരോ മക്കളുടെയും അച്ഛന്റെയും പെൺമക്കളെ സ്നേഹിക്കുന്നവരുടെയും മുഖത്ത് പുഞ്ചിരി വിരിയിച്ചതായി സുനിൽ ജഗ്ലാൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. सुनील जी, सेल्फी विद डॉटर हर किसी को याद है. अब जब इसकी फिर चर्चा हो रही है तो आपको कैसा लग रहा है? प्रधानमंत्री जी, ये असल में आपने जो हमारे प्रदेश हरियाणा से पानीपत की चौथी लड़ाई बेटियों के चेहरे पे मुस्कुराहट लाने के लिए शुरू की थी, जिसे आपके नेतृत्व में पूरे देश ने जीतने की कोशिश की है, तो वाकई ये मेरे लिए और हर बेटी के पिता और बेटियों को चाहने वालों के लिए बहुत बड़ी बात है. सुनील जी, अब आपकी बिटिया कैसी है? आजकल क्या कर रही है? जी, मेरी बेटियां नंदनी और याचिका है. एक 7th क्लास में पढ़ रही है, एक 4th क्लास में पढ़ रही है और आपकी बड़ी प्रशंसक हैं. उन्होंने आपके लिए थैंक यू प्राइम मिनिस्टर करके अपनी क्लासमेट्स जो हैं लेटर भी लिखवाए थे असल में. वाह 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 वाह. अच्छा, बिटिया को आप मेरा और मन की बात के श्रोताओं का खूब सारा आशीर्वाद दीजिए. രാജ്യത്തെ സ്ത്രീശക്തിയുടെ 100 കണക്കിന് പ്രചോദനാത്മകമായ കഥകൾ മൻ കി ബാത്തിൽ പരാമർശിക്കാൻ സാധിച്ചതിൽ ശ്രീ നരേന്ദ്രമോദി അഭിമാനം പ്രകടിപ്പിച്ചു. ഛത്തീസ്ഗഡിലെ ദൂർ ഗ്രാമത്തിലെ സ്ത്രീകളെക്കുറിച്ച് താൻ ചർച്ച ചെയ്ത കാര്യം അദ്ദേഹം അനുസ്മരിച്ചു. സ്ത്രീ ശക്തിയാണ് ഇത്തരം നിരവധി പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയതെന്നും അവരുടെ ശ്രമങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള വേദിയായി മൻ കി ബാത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. छत्तीसगढ़ के देउर गांव की महिलाओं की चर्चा की थी.
ये महिलाएं स्वयं सहायता समूहों के जरिए गांव के चौराहों, सड़कों और मंदिरों की सफाई के लिए अभियान चलाती हैं। ऐसे ही तमिलनाडु की वो आदिवासी महिलाएं जिन्होंने हजारों इको फ्रेंडली टेराकोटा कप्स निर्यात किए, उनसे भी देश ने खूब प्रेरणा ली। तमिलनाडु में ही 20,000 महिलाओं ने साथ आकर वेल्लोर में नाग नदी को पुनर्जीवित किया था। ऐसे कितने ही अभियानों को हमारी नारी शक्ति ने नेतृत्व दिया है और मन की बात उनके प्रयासों को सामने लाने का मंच बना है। മൻ കി ബാത്തിന്റെ ഓരോ പതിപ്പും വളരെ ക്ഷമയോടെ ശബ്ദലേഖനം ചെയ്ത ആകാശവാണിയിലെ സഹപ്രവർത്തകർക്കും ദൂരദർശന്റെയും മൈ ജിഒവിയുടെയും സഹപ്രവർത്തകർക്കും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് മൻ കി ബാത്ത് വിവർത്തനം ചെയ്തവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ 100ാം പതിപ്പ് ഉപസംഹരിച്ചത്.